ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു, കരയുന്നു, പക്ഷെ ആരും വന്നില്ല, ആ ഗേറ്റ് തുറന്നില്ല, ഗ്രില്ല് തുറന്നില്ല. അതെങ്ങനെയായിരുന്നു ആ സമയം? എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് അവർ എണീറ്റ് വന്ന് OP ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ. ഈ അന്നത്തെ ദിവസം അവർ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത്. അപ്പോഴും ഇക്കൊക്കെ ഇവിടെ മരണവെപ്രാളം പോലെ തന്നെയായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നെഞ്ചുവേദന അല്ല, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ്. അപ്പം ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കുകയും ഞാൻ ഇപ്പം വിളിക്കാം. എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പുറത്ത് നിന്ന് അവരെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് ഓടി വരുമോ സിസ്റ്റർ, ഇത്തിരി ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരുന്ന ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അവരുടെ ഉറക്കം പോയതിൻ്റെതായിരിക്കും, പക്ഷെ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്കല്ലേ. ഈ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും ഒന്ന് കയറുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ആരും വരത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നേഴ്സ് ഉണ്ട്, ഡോക്ടറുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, ആ സെക്യൂരിറ്റി ഉണ്ട്. ഒരാൾ എന്നെ സഹായിക്കാനില്ലായിരുന്നു. വേണ്ട, അവർ സഹായിക്കേണ്ട, ഒന്ന് CPR കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു. ആ മെഡിക്കൽ കോളേജിൽ പോകുന്നതിനിടയ്ക്ക് എൻ്റെ വാപ്പയും ചേച്ചിയുടെ മോനുമാണ് കയറിയത്. അപ്പോഴും ഞാൻ CPR കൊടുക്കാൻ നോക്കിയിട്ട് വാ തുറന്ന് നോക്കുമ്പോൾ നാക്ക് കടിച്ചു പിടിച്ചൊക്കെയാണ്. അപ്പോഴും മൂക്കിന്ന് വായിന്ന് പത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ ചോദിച്ചത് CPR കൊടുത്തു എന്നാണ് ചോദിച്ചത്. ഈ കൊണ്ടുപോകുന്ന ഈ ഗ്യാപ്പാണ് അവർ പറഞ്ഞത് 20 മിനിറ്റ് ആയി പോയിട്ടെന്ന്. നമ്പർ 1, വേറൊന്നും ചിന്തിക്കണ്ട. ഈ അവസ്ഥയിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ ഇല്ലെങ്കിൽ നമ്മളോ ആയിരുന്നെങ്കിൽ അത് മാത്രം ചിന്തിച്ചാൽ മതി. അത് മാത്രം.